ഹായ് ഹലോ ഇറ്റ്സ് മീ ആസ്ത ശ്രീജിത്ത്. ഏപ്രിൽ 10 ഇറങ്ങിയ മരണമാസ് മൂവിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ടൊവിനോ തോമസ്, റാഫേൽ, ടിങ്സ്റ്റൺ തോമസ് എന്നിവർ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയിലെ മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ബേസിൽ ജോസഫ്, സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവൻ, സിജു സണ്ണി, ബാബു ആൻ്റണി. അതുപോലെ ആക്ട്രസ്സായിട്ട് എടുത്ത് വരുന്നത് അനിഷ്മ അനിൽകുമാറാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഈ മൂവി ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി മൂവിയാണ്. നമുക്ക് നല്ല രീതിയിനകത്ത് ചിരിക്കാനായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ബോറടിക്കുന്ന ഒരു ഫീലിംഗ് ഇതിനകത്ത് എന്തായാലും വരത്തില്ല. ഞാൻ നല്ല രീതിയിൽ ഈ ഫിലിം ഞാനും ആസ്വദിച്ചു. ഫസ്റ്റ് പാർട്ടിൽ നല്ല രീതിയിൽ ചിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് തുടങ്ങിയപ്പം സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ടൈമിൽ എനിക്കൊരു ലാഗിങ് പോലെ ഫീൽ ചെയ്തു. പക്ഷേ അത് ഓവർകം ചെയ്തു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ വീണ്ടും പഴയ ഒരു ആ ഫസ്റ്റ് പാർട്ടിൻ്റെ ആ കോമഡി തന്നെ ഇതിനകത്ത് ബാലൻസ് ചെയ്ത് അവർ പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്കിതിനകത്ത് മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം എന്ന് പറയുന്നത് സുരേഷ് കൃഷ്ണയുടെയാണ്. സുരേഷ് കൃഷ്ണയുടെ പല ഫിലിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസിനകത്ത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും എൻ്റർലി ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഈ ഫിലിമിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. നല്ല കോമഡി ആയിട്ടാണ് ഈ മരണമാസിൽ വന്നിരിക്കുന്നത്. ഒരു ഏജ്ഡ് ആയിട്ടുള്ള ടൈമിൽ കുറേ കല്യാണങ്ങൾ ശരിയാവാതെ അവസാനം സെറ്റായി കഴിഞ്ഞപ്പോൾ ഉള്ള ടൈമിൽ കുറേ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ഫണ്ണി ടൈപ്പ് റൊമാൻറ്റിക് സീൻസൊക്കെ ഉള്ള എന്തെങ്കിലും ഫോണിൽ കൂടെ സംസാരിക്കുന്നതും. അതിന് വേറൊരു കാര്യം പറയാനുള്ളത്, മെയിൻ ഇതിനകത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സുരേഷ് കൃഷ്ണയുടെ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് റിംഗ് ടോൺ ആണ്. ഞാൻ ആ പാട്ട് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഫിലിം കാണാൻ കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ സസ്പെൻസ് ചെയ്യാൻ പൊളിക്കുന്നില്ല. ആ റിംഗ് ടോൺ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ ഇതിന് ഫിലിം വരുന്നതിന് മുന്നേ നമുക്ക് ആ പാട്ട് കേട്ടാൽ നമുക്കൊരു എന്താ പറയുന്നത്, നമ്മൾ ആ ഒരു മൂഡിൽ എടുക്കുന്നുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് ആ പാട്ട് കേട്ടാൽ എനിക്ക് ചിരി വരും, എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വരും. പിന്നെ ഇതിനകത്ത് ഡയറക്റ്റ് ഫിലിമിലോട്ട് വന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് വരുന്ന ഒരാളുണ്ട്, നാഗചൈതന്യം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ട് ആളെ നമ്മൾ ഓർക്കുന്നത് ഒരു വേർഡാണ്, കുണുവാവെന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു വീഡിയോ ഉണ്ട്. അത് കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് ആളിനെ ഓർമ്മ വരുന്നത്. അപ്പം ആളിനകത്തുണ്ട്. പിന്നെ അതുപോലെ ബേസിൽ ജോസഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ് നല്ല രീതിയിൽ കോമഡി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കുറേ കോസ്റ്റ്യൂംസാണ്. നമ്മൾ ചിന്തിക്കാത്ത ലെവലുള്ള കുറേ കോസ്റ്റ്യൂംസ്. പിന്നെ ഫസ്റ്റ് ഇൻട്രോ വരുന്നത് വീടൊക്കെയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആ വീടും ആ വീടിൻ്റെ അത് സെറ്റിങ്സും കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചിരി വരും. അത് കഴിയുമ്പോഴാണ് ആളുടെ കോസ്റ്റ്യൂംസും എല്ലാം നമ്മൾ കാണുന്നത്. അങ്ങനെ ഓവറോൾ എല്ലാം. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാലും, നമ്മൾ ബേസിൽ ജോസഫിൻ്റെ ജാനേമൻ മൂവി കണ്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒരു വൺ നൈറ്റ് നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്, വൺ നൈറ്റ് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ജാനേമൻ്റെ അകത്ത് കണ്ടിട്ടുള്ളത്. അതേ സെയിം പോലെ തന്നെയാണ് മരണമാസിലും ഉള്ളത്. ഒരു വൺ നൈറ്റ് നടക്കുന്ന ഒരു സ്റ്റോറിയാണ് മരണമാസിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്. ഇപ്പം ഇതിനകത്ത് രാജേഷ് മാധവൻ ആണെങ്കിൽ രാജേഷ് മാധവൻ ഒരു സ്റ്റോറിയുണ്ട്, ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ആൾക്ക് വരിക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ സിജു സണ്ണിക്ക് ഇതിനകത്തൊരു സ്റ്റോറിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാബു ആൻ്റണി ഇതിനകത്തൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്, ആൾക്കൊരു ചെറിയൊരു സ്റ്റോറിയുണ്ട്. അപ്പം ഈ സ്റ്റോറികളെല്ലാം കൂട്ടി ലാസ്റ്റ് എൻഡിങ് പോർഷൻ വരുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു എൻഡിങ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ പറയാനായിട്ട് കുറേ ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ഇതിനകത്ത് ചാൻസ് കൊടുത്തു വരുന്നുണ്ട്. അതിപ്പം ഞാൻ കുറേ മൂവീസിൽ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം ഗ്രാജുവലി അതിപ്പോൾ കൂടി വരുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ അവസരങ്ങൾ ചെറിയ ഇതായിട്ടാണെങ്കിലും അവസരങ്ങൾ കൊടുത്തു വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കുറേ ആൾക്കാരൊക്കെ പുതിയതായിട്ടും അങ്ങനെ കാണുന്നുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഓവറോൾ ഫിലിം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചു. എനിക്ക് ഫസ്റ്റ് പാർട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഒത്തിരി അതിനകത്ത് ചിരിക്കാനുണ്ട്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് സിജു സണ്ണി തന്നെയാണ് ഇതിൻ്റെ റൈറ്ററും സ്ക്രീൻ പ്ലേയും ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചമൻ ചാക്കോയാണ്.
എന്തായാലും വിഷു റിലേറ്റഡ് ആയിട്ട് ഇറങ്ങിയ ഈ മരണമാസ് മൂവി എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു 100% ഉറപ്പ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ തിയേറ്റർ വാച്ച് തന്നെ ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ഓക്കെ ബൈ.